എറണാകുളം കാക്കനാട്ടെ സിറോ മലബാർ സഭ ആസ്ഥാനത്ത് സന്ദർശനവുമായി പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. ഇന്നലെ രാത്രി മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടലുമായി വി.ഡി. സതീശൻ കൂടിക്കാഴ്ച നടത്തി. സിറോ മലബാർ സഭയുടെ സിനഡ് ചേരുന്നതിനിടെയാണ് കൂടിക്കാഴ്ച. വിപിൻ സി വിജയൻ കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായിട്ട്. വിപിൻ, വലിയ രാഷ്ട്രീയ പ്രാധാന്യമുള്ളതാണല്ലോ പ്രതിപക്ഷ നേതാവിന്റെ വരവും കൂടിക്കാഴ്ചയും. എന്താണ് വിശദാംശങ്ങൾ? ജി.കെ, ഈ തിരഞ്ഞെടുപ്പ് അടുത്ത ഒരു സമയത്ത് വളരെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു കൂടിക്കാഴ്ചയാണ് ഇന്നലെ നടന്നത്. പ്രതിപക്ഷ നേതാവ് 9:15 കൂടിയാണ് സിറോ മലബാർ സഭയുടെ ആസ്ഥാനമായിട്ടുള്ള മൗണ്ട് സെന്റ് തോമസിൽ എത്തുന്നത്. ഏകദേശം 1 മണിക്കൂറോളം ഈ കൂടിക്കാഴ്ച നീണ്ടുനിന്നു. അതിനുശേഷം അദ്ദേഹം അത്താഴ വിരുന്നിലും പങ്കെടുത്തതിന് ശേഷമാണ് മടങ്ങുകയും ചെയ്തിരിക്കുന്നത്. ഇതിൽ എടുത്തു പറയേണ്ടത് അദ്ദേഹത്തിന്റെ പൈലറ്റ് വാഹനം അല്ലെങ്കിൽ ഔദ്യോഗിക വാഹനമൊക്കെ ഒഴിവാക്കി തീർത്തും സ്വകാര്യ സന്ദർശനം എന്നുള്ള നിലയ്ക്കാണ് ഇന്നലെ അവിടേക്ക് എത്തിയത്. ഈ ഒരു സിറോ മലബാർ സഭയുടെ പരമോന്നത ബോഡിയാണ് സിനഡ് എന്നുള്ളത്. ഈ സിനഡ് ചേരുമ്പോൾ അങ്ങനെ രാഷ്ട്രീയ നേതാക്കൾ അവിടേക്ക് വരുന്ന ഒരു പതിവ് ഇല്ല. വളരെ അപൂർവം എന്ന് തന്നെ പറയാവുന്ന ഒരു കാര്യമാണ്. ഒപ്പം തന്നെ ഈ സിനഡിൽ ഏകദേശം 49 പിതാക്കന്മാരാണ് അതിൽ സംബന്ധിക്കുന്നത്. ഈ അത്രയും ആളുകൾ അവിടുത്തെ സഭാവിഷയങ്ങളിൽ വളരെ പ്രധാനമായ വളരെ നിർണായകമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്ന സിനഡ് ചേരുകയായിരുന്നു. ആ സിനഡ് നടക്കുന്നതിൻ്റെ ഇടയിലാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവിന് അവിടെ ഒരു സ്വീകാര്യത ഉണ്ടാകുന്നത് എന്നുള്ളത് കൂടിയാണ് അതിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നത്. ഇപ്പോൾ ഇതിൽ സഭയുടെ ഒരു വെർഷൻ അദ്ദേഹം ഇപ്പോൾ മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടലുമായി അദ്ദേഹം സംസാരിച്ചിട്ടില്ല, അല്ലെങ്കിൽ അത്തരം ഒരു കൂടിക്കാഴ്ച ഔദ്യോഗികമായി നടന്നിട്ടില്ല എന്നുള്ളതാണ്. കാരണം 9:30 കൂടി തന്നെ മേജർ ആർച്ച് ബിഷപ്പ് അദ്ദേഹത്തിന്റെ വസതിയിലേക്ക് മടങ്ങിയിരുന്നു. അവിടെ ഉണ്ടായിരുന്ന മറ്റ് ചില പിതാക്കന്മാരുമായിട്ട് മാത്രമായിരുന്നു ആ ഒരു കൂടിക്കാഴ്ച നടന്നത് എന്നുള്ളതും ഇതിന് സിനഡുമായിട്ടുള്ളൊരു ബന്ധമില്ല എന്നുള്ളതുമാണ് സഭയുടെ ഒരു വിശദീകരണമായി നമ്മോട് അനൗദ്യോഗികമായി പറഞ്ഞിട്ടുള്ളത്. ഒരു പക്ഷേ അതിൻ്റെ ഒരു വിശദീകരണവും അതിൻ്റെ ഒരു വ്യക്തതയും ഇനി വരുന്ന മണിക്കൂറിലായിരിക്കും വരിക. ഇതിൽ രാഷ്ട്രീയമായി ഇപ്പോൾ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്നു. ഒപ്പം തന്നെ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മധ്യ കേരളത്തിലെ ആ ഒരു ക്രിസ്ത്യൻ വോട്ട് അത് UDF-നൊപ്പം നിന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൽ BJP-യുടെ ആ ഒരു ക്രിസ്ത്യൻ ഔട്ട്റീച്ച് വിജയിച്ചിട്ടില്ല എന്നുള്ളത് അവരുടെ ഉള്ളിൽ തന്നെ അത്തരമൊരു വിശദീകരണവും അത്തരമൊരു വിലയിരുത്തലും ഉണ്ടാകുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവിൻ്റെ ഒരു സന്ദർശനം ഉണ്ടാകുന്നത്. LDF-നെ സംബന്ധിച്ച് ഇത് JB കോശി കമ്മീഷൻ റിപ്പോർട്ട് അതിലെ ശുപാർശകൾ നടപ്പാക്കുന്നില്ല എന്നുള്ളത് സിറോ മലബാർ സഭ ഉൾപ്പെടെ അതിനെതിരെ രംഗത്ത് വന്നിരിക്കുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ് ഇപ്പോൾ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു കൂടിക്കാഴ്ച ഇന്നലെ രാത്രി അതും സിനഡ് നടക്കുന്നതിനിടയിൽ നടന്നിരിക്കുന്നത് എന്നുള്ളത് വരുന്ന ഒരു സമയത്ത് കൂടുതൽ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിവെക്കും. ജി.കെ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.